ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. ന്യൂഡൽഹിയിൽ ലാൽകില മെട്രോ സ്റ്റേഷന് സമീപം വൻ സ്ഫോടനം. പാർക്ക് ചെയ്തിരുന്ന കാർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് റിപ്പോർട്ട്. സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. സമീപത്തുള്ള വാഹനങ്ങൾക്കും തീപിടിച്ചു. സംഭവസ്ഥലത്തെത്തിയ ഡൽഹി അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കി. ഇന്ത്യയും അങ്കോളയും തമ്മിലുള്ളത് ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ബന്ധമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അങ്കോള ദേശീയ അസംബ്ലിയിൽ പാർലമെന്റ് അംഗങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. हमारे दोनों देशों में संसदीय लोकतंत्र हमारी सामाजिक संरचना का आधार है. भारत विश्व का सबसे बड़ा लोकतंत्र है और अंगोला अफ्रीका के सबसे गतिशील लोकतंत्र में से एक है. दोनों ही इस विश्वास पर आधारित है कि प्रत्येक नागरिक की आवाज मायने रखती है. അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലിയും ഇന്ത്യയും അങ്കോളയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 40ാം വാർഷികവും ഇരു രാജ്യങ്ങൾക്കും പരസ്പര പ്രചോദനമേകുന്നതാണെന്ന് രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. അങ്കോളയിലെ ഇന്ത്യൻ സമൂഹത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. പര്യടനത്തിന്റെ 2ാം പാദത്തിൽ നാളെ മുതൽ ഈ മാസം 13 വരെ ശ്രീമതി മുർമു ബോട്സ്വാന സന്ദർശിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം നാളെ ആരംഭിക്കും. ഭൂട്ടാൻ രാജാവുമായി ചേർന്ന് 1020 മെഗാവാട്ട് ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ച പദ്ധതിയാണിത്. ഭൂട്ടാൻ പ്രധാനമന്ത്രിയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ലോക സമാധാന പ്രാർത്ഥന മഹോത്സവത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. ആദ്യഘട്ട പോളിംഗ് ഡിസംബർ 9-നും 2ാംഘട്ട പോളിംഗ് ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി ജില്ലകളിൽ ഡിസംബർ 11-നുമാണ് പോളിംഗ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കും. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 14-ന് പുറത്തിറക്കും. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-ന് നടക്കും. നവംബർ 24-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. കോഴിക്കോട് കോർപ്പറേഷനിൽ 22 സീറ്റിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഈ മാസം 12-ന് ശേഷം മറ്റു സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 93 സീറ്റുകളിലേക്കുള്ള LDF സ്ഥാനാർത്ഥികളെയും ഇന്ന് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് കോൺഗ്രസും BJPയും ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. 2ാം ഘട്ടത്തിൽ 302 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആദ്യഘട്ടത്തിൽ 65.08% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ഈ മാസം 14-ന് നടക്കും. സ്ഫോടക വസ്തുക്കൾ കൈവശം വെച്ച കേസിൽ ഡൽഹിക്ക് സമീപം ഫരീദാബാദിൽ കാശ്മീരി ഡോക്ടറെ അറസ്റ്റ് ചെയ്തു. ഫരീദാബാദ് ജമ്മുകാശ്മീർ പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 350 കിലോയിലധികം സ്ഫോടന വസ്തുക്കൾ, ലൈവ് കാട്രിഡ്ജുകൾ, മാഗസിനുകൾ, ടൈമറുകൾ, സർക്യൂട്ട് ഉപകരണങ്ങൾ എന്നിവ കണ്ടെടുത്തു. സമാനമായ രീതിയിൽ ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്ന് മറ്റൊരാളെ അറസ്റ്റ് ചെയ്തതായും പോലീസ് കമ്മീഷണർ അറിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിനെ നിയമിച്ചു. മുൻ മന്ത്രിയും MLAയുമായ K. രാജുവിനെ ബോർഡ് അംഗമായും നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2025 നവംബർ 14 മുതൽ 2 വർഷത്തേക്കാണ് ഇവരുടെ കാലാവധി. ഈ വർഷത്തെ ശബരിമല തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമായി പാലിക്കണമെന്ന് കേരള പോലീസ്. തിരക്ക് ഒഴിവാക്കുന്നതിനായി ബുക്കിംഗിൽ അനുവദിച്ചിട്ടുള്ള സമയ സ്ലോട്ട് കർശനമായി പാലിക്കണമെന്നും പോലീസ് അറിയിച്ചു. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇല്ലാത്തവർക്ക് നീണ്ട കാത്തിരിപ്പ് സമയം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് നിർദ്ദേശം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾ, സർക്കാർ നയങ്ങൾ, പൊതുവിഷയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളിൽ സമ്മേളനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള അറിയിച്ചു. കൊഹിമയിൽ 22ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. 1947 ഓഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കുണരുമ്പോൾ പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ പണ്ഡിറ്റ് ഓംകാർനാഥ് താക്കൂർ പാർലമെന്റിൽ അർദ്ധരാത്രിയിൽ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിച്ചു. ഇത് റെക്കോർഡ് ചെയ്ത പതിപ്പ് പിറ്റേന്ന് രാവിലെ 6:30-ന് ആകാശവാണിയിലൂടെ ജനങ്ങളിലെത്തി. തലമുറകളായി ഇന്ത്യക്കാരെ ഒന്നിപ്പിക്കാൻ ഒരു പ്രചോദനമായി വന്ദേമാതരം ഇന്നും നിലകൊള്ളുകയാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.